ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. എന്താ കൈലാഷ്? മുക്ത, ഇതിനു മുമ്പും മമ്മി എന്റെ കല്യാണത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്ര ഇമോഷണൽ ആയിട്ട് അതിനെക്കുറിച്ച് പറയുന്നത് ഇത് ആദ്യമായിട്ടാ. കാലത്ത് നീ ഗാർമെന്റ്സിലേക്ക് പോവും. ബിസിനസ് കാര്യങ്ങളുമായി അങ്കിളും എപ്പോഴും ഓട്ടത്തിലായിരിക്കും. തനിച്ചാവുന്നതിന്റെ വിഷമം ആന്റിക്കേ അറിയൂ. അതുകൊണ്ടാ ആന്റി അങ്ങനെയൊക്കെ പറഞ്ഞത്. അമ്മയുടെ സങ്കടം തീർത്തു കൊടുക്കേണ്ട കടമ എനിക്കുണ്ട്. നാളെങ്കിൽ നാളെ കല്യാണം കഴിക്കാൻ ഞാൻ റെഡിയാ. മമ്മിയുടെ ഡാഡിയുടെ സമ്മതം കിട്ടിയാൽ മാത്രം മതി. കൈലാഷ് എന്താ പറഞ്ഞു വരുന്നത്? പാർവതിയെ ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം മമ്മിയോട് തുറന്നു പറയാൻ പറ്റിയ സമയം ഇത്. നീ പറഞ്ഞതുപോലെ തനിച്ചായി പോകുന്നതിന്റെ സങ്കടം മമ്മിയുടെ മനസ്സിലെ. പേരക്കുട്ടികളെ കുറിച്ച് മമ്മി തന്നെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പാർവതിയുടെ കാര്യം പറഞ്ഞ മമ്മി സമ്മതിക്കാൻ സാധ്യതയുണ്ട്. അയ്യോ, അത് വേണ്ട. എന്താ മുക്ത? അത് കൈലാഷ്, ആന്റിയുടെ മനസ്സ് നമുക്കറിയില്ലല്ലോ. പേരക്കുട്ടിയെ കിട്ടാൻ വേണ്ടി ആരെ വേണമെങ്കിലും നീ കല്യാണം കഴിച്ചോളൂ എന്ന് ആന്റി പറയൂ. എനിക്ക് സംശയം. എനിക്ക് പാർവതിയോട് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന് മമ്മിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. മമ്മി ഇതുവരെ എതിർപ്പൊന്നും പറഞ്ഞിട്ടുമില്ല. ആന്റി ഇതുവരെ എതിർപ്പൊന്നും പറഞ്ഞിട്ടില്ല. സത്യം തന്നെ. നീ പാർവതിയെ കല്യാണം കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ആന്റിയുടെ മനസ്സറിയാതെ നീ ചാടിക്കേറി ആ വിഷയം എടുത്തിട്ടാ. ആന്റി ഇപ്പൊ നല്ല മോഡിലാ. ആന്റിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഓണാഘോഷമൊന്നും വേണ്ടാന്ന് പറഞ്ഞ് എല്ലാരോടും തിരിച്ചു പോവാൻ ആന്റി പറയും. പക്ഷേ എന്നെങ്കിലും ഞാനിത് മമ്മി അറിയിക്കണ്ടേ? ഇത് തന്നെയാണ് അതിനു പറ്റിയ സമയമെന്നാ എനിക്ക് തോന്നുന്നേ. കാരണം പാർവതിയുടെ മുന്നിൽ വെച്ച് തന്നെയല്ലേ മമ്മി എന്റെ കല്യാണക്കാരി സംസാരിച്ചത്. അത് എന്റെ മനസ്സിലുള്ളത് എന്നെ കൊണ്ട് തുറന്നു പറയിപ്പിക്കാനുള്ള മമ്മിയുടെ ഐഡിയ ആണെങ്കിലും അത് നിന്റെ തോന്നലല്ലേ. ആന്റി അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. അതിനൊരു ഐഡിയ ഉണ്ട്. മമ്മിയോട് ഞാൻ പറയുന്നില്ല. പാർവതി മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂന്ന് നീ മമ്മിയോട് പറയണം. ഞാനോ? നീ തന്നെ. നിനക്ക് നൈസായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. നീ പറഞ്ഞാൽ മാത്രം പോരാ. പാർവതി അല്ലാതെ എനിക്ക് മറ്റൊരാളെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് മമ്മിയെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിക്കുകയും വേണം. പക്ഷെ കൈലാഷ്, കല്യാണം എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമൊന്നും അല്ല. നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല മുതിർന്നവര് ചിന്തിക്കുക. നിന്റെ ഭാവിയെക്കുറിച്ചും കുടുംബത്തിന്റെ അന്തസ്സിനെ കുറിച്ചൊക്കെ ആലോചിച്ചാ ആന്റി അങ്കിളും നിന്റെ കല്യാണ കാര്യത്തിൽ തീരുമാനം എടുക്കുക. അതിലെ കയറി അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമൊന്നും എനിക്കില്ല കൈലാഷ്. വേണ്ട, മമ്മിയോട് ഞാൻ തന്നെ പറഞ്ഞോളാം. പ്രശ്നം തീർന്നില്ലേ? കൈലാഷ്, ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മമ്മി സമ്മതിച്ചില്ലെങ്കിലോ എന്നുള്ള പേടിയല്ലേ നിനക്ക്? ഒരു കാര്യം ചെയ്യ, തീരുമാനം നമുക്ക് ദൈവത്തിന് വിടാം. ദൈവത്തിന് വിടാനോ? നീ എന്താ പറഞ്ഞു വരുന്നത്? ഇത് ഞാനേ മമ്മിക്കും ഡാഡിക്കും വേണ്ടി വാങ്ങിയ ഓണക്കോടിയാ. മമ്മിക്ക് ഞാൻ 2 സാരിയാ വാങ്ങിയത്. അത് നന്നായി ഇപ്പൊ തോന്നുക. മമ്മി ഈ സാരി സെലക്ട് ചെയ്ത പാർവതിയോടുള്ള പ്രണയം ഞാൻ ഇപ്പൊ തന്നെ തുറന്നു പറയും. മമ്മി ഈ സാരി സെലക്ട് ചെയ്ത തുറന്നു പറയാനുള്ള സമയം ആയില്ലെന്നർത്ഥം. ഇത് ഞാൻ മമ്മിക്കും ഡാഡിക്കും വേണ്ടി വാങ്ങിയ ഓണക്കോടിയാ. മമ്മി ഇതിൽ നിന്നൊന്ന് സെലക്ട് ചെയ്തേ. മുക്ത, സമയമായെന്നാ ദൈവം പറയുന്നേ. മമ്മി, ഡാഡി, പെട്ടെന്ന് റെഡിയാവ്. എനിക്ക് നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. മുക്ത, വാ.